അപ്പോൾ ഇത് ഡേ 2 ഓഫ് കളക്ടിങ് ഗോഡ്സ് ഫോർ മൈ ഗോഡ് ഫാം. ഇന്നലെ നൈറ്റ് നമ്മൾ ഒന്നാമത്തെ ആടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വന്നപ്പോൾ ഇന്നലെ നൈറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നല്ല തണുത്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ വന്നു, കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കൊടുത്ത് ആൾ റെഡിയായി. പിന്നെ അധികം നേരം അവിടെ നിന്നിട്ടില്ല, നമുക്കിന്ന് രണ്ടാമത്തെ ആടിനെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്ട്. ഒരു മഴ പെയ്ത് ചോർന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഡേ നല്ല സണ്ണി ആയിരുന്നു. നമ്മൾ ഡെവൻക്കാണ് പോകുന്നത്, ഒരുപാട് കാഴ്ചകളും കാണാനുണ്ടായിനി. അപ്പം നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലി ഫാമിക്ക് തന്നെയാണ്. നമ്മളെ ഫാമിൽ നിന്ന് ഈ ഫാമിക്ക് ഏകദേശം ഒരു 2 hour ഡ്രൈവ് ഉണ്ട്. നമ്മൾ പതുക്കെ കാഴ്ചകൾ കണ്ടിട്ടാണ് പോയിക്കൊണ്ടുവന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫാം ഡോഗിനെ കണ്ടു. ഫാം ഡോഗ് നോർമലി അങ്ങനെ റോട്ടുമേലൊന്നും വന്ന് നിൽക്കില്ല, എന്താ അറിയില്ല, കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഇതാണ് ആ ഫാം. ഇവർ നമ്മളെ കുറച്ച് നേരമായിട്ട് കാത്തുനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ മെയിനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് സ്റ്റോക്ക് തന്നെയാണ്. ഇവരിൽ ആട് മാത്രമല്ല, പശു, ഷീപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഇവരെല്ലാം പ്രിപ്പയർ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോകാൻ പറ്റി. നമ്മളെ ഫാമും ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്, എത്ര കാലം കൊണ്ടാണ് ഇവരിത് എത്തിച്ചത്, അങ്ങനെയൊക്കെ ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. എപ്പോഴത്തെയും പോലെ തന്നെ തിരിച്ച് നമ്മൾ പെട്ടെന്ന് എത്തിയോ എന്നുള്ളൊരു ഫീലുണ്ട്. മറ്റേ ആടിനെ നമ്മൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ആണല്ലോ ആട് ഇവിടെ, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ആടിനെ ഏറ്റവും മിങ്കിളാവാനുള്ള ടൈമും കൊടുക്കണം. ഇപ്പം നമ്മളിലുണ്ട് രണ്ടാടും 2 വ്യത്യസ്ത ബ്രീഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. ഇതുവരെ ഫസ്റ്റ് ഡേ ആണ്, പക്ഷെ എന്നാലും അവർ പെട്ടെന്ന് തന്നെ വില ഓക്കെ ആയി. നമ്മൾ വില പുറത്തൊക്കെ ഒന്ന് വിട്ടു, നമ്മളെ കുറച്ച് നേരം വിലപ്പം സ്പെൻഡ് ചെയ്ത്. ഇനി അടുത്ത ദിവസങ്ങളായിട്ടൊരു 4 ആടുംപാട് ഈ ഫാമിക്ക് വരാനുണ്ട്. അതുംപാടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ phase 1 ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.